പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പം തന്നെ എത്ര ചിന്തകളായിട്ട് എണ്ണിട്ട് ഇന്ന് ഇത് ചെയ്യണം, ഇന്ന് എനിക്കത് ആ ജോലി ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ, അങ്ങനെ കുറേ ചിന്തകളായിട്ടല്ലേ നമ്മൾ എണ്ണിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തിനാണ് ഇത്രയും ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കർത്താവിൻ്റെ സഹായവും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ ദയയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. കർത്താവ് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ കടങ്ങളിൽ കൊടുക്കുക. നമ്മുടെ ടെൻഷൻസ്, നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. കാരണം ദൈവമാണ് നമ്മളെ കരുതുന്നത്, ദൈവമാണ് നമ്മളെ നടത്തുന്നത്. യഹോവ ഒരു നാളും നമ്മളെ തള്ളിക്കളയത്തില്ല. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ. നമുക്ക് പണമില്ല, ഭവനമില്ല, രോഗത്താൽ ഭാരപ്പെടുന്നു, ജോലിയില്ല, കുറേ ചിന്തകളുണ്ട്, കുറേ ഭാരങ്ങളുണ്ട്, കുറേ പ്രയാസങ്ങൾ നമുക്കുണ്ട്. പക്ഷെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. ഒരു ബാലൻ എങ്ങനെയോ തൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ടെൻഷനുകളെല്ലാം ഏൽപ്പിക്കുന്നത്, അങ്ങനെ തന്നെ നമ്മളും ആയിരിക്കണം. നമ്മൾ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ചെറിയ ബാലനെ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ, അവൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവന് സ്കൂളിൽ കുറേ കാര്യങ്ങൾ പറയും, ഇത് ചെയ്യണം, ഫീസുണ്ട്, എല്ലാം. അവൻ നേരെ വന്ന് എന്തുവാ പിതാവിനോട് പറയുക. പിന്നെ അവൻ ആ കാര്യത്തിൽ നോക്കുന്നില്ല, കാരണം പിതാവ് എൻ്റെ തരും എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമുക്കും ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ പിതാവ് സ്വർഗസ്ഥനായ ദൈവമാണ്, കർത്താവാണ് നമ്മളെ നടത്തുന്നത്. കർത്താവ് നമുക്ക് തന്നിരിക്കും, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തിയിരിക്കും. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്തുവാ? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ ചിന്തകളും ഇതൊക്കെ ചെയ്യുന്ന ടെൻഷനുകൾ എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ മറന്നുപോകും. ഒന്നും ദൈവ സന്നിധിയിൽ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് ഈ വചനം ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നു. വീണ്ടും നിങ്ങളുടെ സകല ചിന്താകുലം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. ദൈവം അത് കരുതും, ദൈവം നിങ്ങളെ നടത്തും. ആ വിശ്വാസം, ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുക. ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.